സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മലയാള പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും വളരെ പ്രകോപനപരമായ തലക്കെട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ കാണപ്പെടുകയുണ്ടായി. രണ്ടാം വട്ടം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചതിനെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ വരുത്തുന്ന 2 മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വീണ്ടും ചങ്ങലക്കിട്ട ക്രൂരത, എന്നിട്ടും ചങ്ങലപ്പൂട്ട് എന്നിങ്ങനെയാണ്. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ആളുകളെയാണ് അമേരിക്ക തിരിച്ചയക്കുന്നത് എന്ന യാതൊരു പരിഗണനയുമില്ലാതെയാണ് ഇത്തരം തലക്കെട്ടുകൾ നടത്തുന്നത് എന്നോർക്കണം. ഈ തിരിച്ചയക്കപ്പെട്ടതിൽ ഒരൊറ്റ മലയാളി പോലുമില്ല. 3 വിമാനങ്ങളാണ് ഇന്ത്യയിലാകെ തിരിച്ചെത്തിയത്. 3 ഒരു മലയാളി പോലും ഇല്ല. കൂടാതെ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് 58 ലക്ഷം ഇന്ത്യക്കാർ, അത് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മുതൽ നാസയിൽ പ്രവർത്തിക്കുന്ന വളരെ മുതിർന്ന സയൻറ്റിസ്റ്റുകൾ വരെ ആയിട്ടുള്ള 58 ലക്ഷം ഇന്ത്യക്കാർ വളരെ സമൃദ്ധമായ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ അവിടെ ജീവിച്ചിട്ട് പോലും അവിടെ നിന്ന് തിരിച്ചയക്കുന്ന ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ആളുകളെ തിരിച്ചയക്കുന്നതിനെ വിമർശിക്കുന്നതിന് യാതൊരു പരിഗണനയും കാണിക്കാതെയാണ് മലയാളം ടെലിവിഷൻ ചാനലുകളും അതുപോലെ മലയാള പത്രങ്ങളും അണിനിരക്കുന്നത്. നേരെ മറിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള ടൈറ്റിൽസാണ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള യാതൊരു വളരെ അങ്ങേയറ്റത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചുള്ള ടൈറ്റിൽസ് ഒന്നും ഒരു ഇംഗ്ലീഷ് പത്രത്തിലും ഒരു നാഷണൽ ഡെയിലീസിലും ഞാൻ കണ്ടില്ല. ഇവിടെ 3-4 പത്രങ്ങൾ വരുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിലൊന്നും അങ്ങനത്തെ സംഗതികൾ കണ്ടില്ല. നേരെ മറിച്ച് നമ്മളുടെ പത്രങ്ങളിലാണ് ഇത്തരം, അതും പ്രത്യേകിച്ചും നമ്മൾ മലയാളികളെന്ന് പറയുന്നവർ ഈ അമേരിക്കൻ കുടിയേറ്റത്തിൻ്റെ വലിയൊരു ഗുണഭോക്താക്കളാണ്. നമ്മളുടെ ഇവിടെ നിന്ന് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കുടിയേറ്റക്കാർ, ഏറ്റവും മിടുക്കരായിട്ടുള്ള കുടിയേറ്റക്കാർ പോകുന്ന രാജ്യം, അല്ലെങ്കിൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം അമേരിക്കയാണ്. പോകേണ്ട രീതികൾ നമുക്കറിയാം. ഇവിടെ ധാരാളം വിദ്യാർത്ഥികളൊക്കെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പഠിപ്പിച്ച് റിട്ടയർ ചെയ്ത കോളേജിൽ നിന്ന് എക്സ്ചേഞ്ച് പ്രോഗ്രാം വരെയുണ്ട്. അവിടെ നിന്ന് വിദ്യാർത്ഥികൾ, ബികോം കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പകുതി കാലഘട്ടം ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജിലും പിന്നീട് അവരുടെ ബാക്കിയുള്ള പഠന കാലഘട്ടം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലും ചെയ്യുന്ന സാഹചര്യം നമ്മളുടെ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ധാരാളം പേര്, എത്രയോ ആളുകൾ അമേരിക്കയിൽ പോയി വരുന്നു. എത്രയോ ആളുകൾ അമേരിക്കയിൽ, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ സുഭിക്ഷമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർ എത്രത്തോളം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ. എന്നിട്ടും ഇത്തരത്തിലുള്ള വെണ്ടയ്ക്കകൾ നിരത്തുവാൻ നമ്മുടെ പത്രങ്ങൾ, അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. അപ്പോൾ അത് ഒരുക്കപ്പെടുന്ന ഒരു ട്രാപ്പിൽ ഈ പത്രങ്ങൾ വീണു പോകുന്നു എന്നുള്ളത് വേറൊരു വിഷയം കൂടിയാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നമ്മളുടെ പത്രങ്ങളിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ടൈറ്റിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തിരിച്ചു വന്നുള്ള ഒരൊറ്റ മലയാളി പോലുമില്ല, ഒന്നാമത്തെ വിഷയം. 58 ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. കൃത്യമായ യാത്രാരേഖകളുമായി അവിടെ എത്തിയവരാണവർ. അമേരിക്ക അതിഥികളെ പോലെ സ്വീകരിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നവരാണ്. 7 ലക്ഷം ഇന്ത്യക്കാർ അവിടെ അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് ഏകദേശം 20,000-ഓളം ആളുകളെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇപ്പോൾ തിരിച്ചയക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പത്രങ്ങളുടെയൊക്കെ ആത്മരോഷം, അവർ പറയുന്നത് ഇവർ വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നു, അതുപോലെ മിലിറ്ററി വിമാനങ്ങൾ കൊണ്ടുവരുന്നു. സാധാരണ യാത്രാ വിമാനങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവരെ തിരിച്ചയക്കണം എന്നുള്ളതാണ് ഈ എഴുതുന്നവരൊക്കെ ആത്യന്തികമായിട്ട് അവരുടെ താല്പര്യമായി അവർ പ്രകടിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിവൃത്തിയില്ല. കാരണം അവർ അമേരിക്കൻ പ്രസിഡന്റ് ഈ കൂട്ടരെ ക്രിമിനൽസ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കയിൽ ക്രിമിനൽസിനെ ഡീൽ ചെയ്യാൻ കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ക്രിമിനൽസിനെ ഡീൽ ചെയ്യാനാവുള്ളൂ. ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ എന്നാണ് അർത്ഥം. കുറ്റവാളികളെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ കൈകാലുകൾക്ക് വിലങ്ങ് വയ്ക്കണം എന്നുള്ളത് നിയമമാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ പാസഞ്ചറെ ആക്രമിച്ചേക്കാം, ഇല്ലെങ്കിൽ ഒരുപക്ഷെ സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചേക്കാം, അങ്ങനെയല്ലെങ്കിൽ വിമാന ജീവനക്കാരെ ആക്രമിച്ചേക്കാം. ഒരു എക്സ്ട്രീം സ്റ്റേജിൽ പൈലറ്റിനെ ആക്രമിച്ച് ഒരുപക്ഷെ വിമാനം ഹൈജാക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഒരു ക്രിമിനൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ ചങ്ങല കൊണ്ട് പൂട്ടി ഇത്തരം യാത്രാ സമയങ്ങളിൽ സൂക്ഷിക്കുന്നത്. സ്വയം മുറിവേൽപ്പിക്കാതിരിക്കാൻ, സഹയാത്രികനെ മുറിവേൽപ്പിക്കാതിരിക്കാൻ, വിമാന ജീവനക്കാരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ, കൂടാതെ പൈലറ്റിനെ ആക്രമിക്കാതിരിക്കാൻ. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വിലങ്ങ് വെക്കണമെന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നിയമമാണ്. നമ്മളെല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരം അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പോൾ അവരുടെ രാജ്യത്തിൽ എത്തുന്ന ആളുകളെ അവർ ക്രിമിനൽസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ അവർ ഡീൽ ചെയ്യുന്ന രീതിയാണത്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രതിപക്ഷമൊക്കെയാണ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പോലും അമൃത്സർ എയർപോർട്ടിലെ ഈ വിമാനം ഇറക്കാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാന് താല്പര്യമില്ല.
അമൃത്സർ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പഞ്ചാബിന് ക്ഷീണമാണെന്നാണ് പറയുന്നത്, പഞ്ചാബിന് നാണക്കേടാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളത് ഭൂരിഭാഗം പഞ്ചാബികളാണ്. ഈ പഞ്ചാബികളായിട്ടുള്ള ആളുകൾ കുറ്റവാളികളാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തലയിൽ മുണ്ടിട്ടുകൊണ്ടേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനത്താവളത്തിൽ ഇറക്കുന്ന അദ്ദേഹത്തിന് മാനക്കേടാണ്. ഇതേ പ്രശ്നം മോഡിക്കുണ്ടല്ലോ. ഈ ഒരു ഇന്ത്യൻ പൗരനെ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും. കാരണം നമ്മുടെ രാജ്യത്തിലെ ഒരു പൗരൻ അവരുടെ രാജ്യത്തെ ഒളിച്ച് കടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മിണ്ടാതെ നിൽക്കുകയല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മളുടെ ഈ പർട്ടിക്കുലർ പൗരൻ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ മുൻവാതിലിലൂടെ പ്രവേശനം, അതാണ് മുൻവാതിലിലൂടെ പ്രവേശനം. പുറകെ കൂടെ മതിൽ ചാടി കയറുന്നവൻ അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽ തകർത്ത് അകത്ത് കയറുന്നവൻ, അവനോട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഗൃഹനാഥൻ്റെ ചോയ്സാണ്. ആ ചോയ്സിനെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. അപ്പം നമ്മളുടെ മകൻ അയൽവക്കാരുടെ വീട് ഇടിച്ച് കയറി കഴിഞ്ഞാൽ, അവൻ്റെ വീട് ചവിട്ടി തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ അവനെ കഴുത്തിന് പിടിച്ച് നമ്മുടെ മുറ്റത്ത് കൊണ്ട് തള്ളുന്ന സമയത്ത് നമുക്ക് തലയും കുനിച്ച് നിൽക്കുകയല്ലാതെ വേറെ തിരിച്ച് അവനോടൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ മകനാണ് ഇവിടെ കുറ്റക്കാരനായിട്ടുള്ളത്. അവരുടെ രാജ്യത്തേക്ക് അനധികൃതമായി ഇടിച്ചു കയറി പിൻവാതിലൂടെ ഇടിച്ചു കയറാൻ ശ്രമിച്ചവരെയാണ്, അല്ലെങ്കിൽ ഇടിച്ച് കയറിയവരെയാണ് അവരെ തിരിച്ചയക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം, 7 ലക്ഷം ഇന്ത്യക്കാർ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിലുണ്ട്. അതിൽ 20,000 പേരെ മാത്രമാണ് ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളമുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്. അവർ തിരിച്ചയച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിലെ ഒരു മുഖ്യ അജണ്ടയായിരുന്നു അനധികൃത കുടിയേറ്റം ഒഴിവാക്കും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വാഗ്ദാനം അദ്ദേഹം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മാതിരി വാഗ്ദാനം എന്ന് പറയുകയും അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി ഇത്തരം ജനാധിപത്യ രാജ്യങ്ങളിൽ നിലവിലില്ല. അവർ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അത് പാലിക്കും. അത് പാലിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ക്രിമിനൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ രാജ്യത്തെ രീതി അനുസരിച്ചാണ്. അവരുടെ രാജ്യത്തെ ഒരു 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 ഡ്രൈവിങ്ങിനിടയിലൂടെ നമ്മളൊരു എറർ വരുത്തി അതിന് പോലീസുകാരെ വണ്ടി പിടിക്കാമെന്ന് വിചാരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പോലീസുകാർ വണ്ടി കൈ കാണിച്ച് നിർത്താറുണ്ടല്ലോ ട്രാഫിക് കുറ്റങ്ങൾക്ക് വണ്ടി കൈ കാണിച്ച് നിർത്തിയാൽ അവിടുത്തെ നിയമം എങ്ങനെയാണ്? നമ്മളുടെ ഇവിടുത്തെ മാതിരി പോലീസുകാർ ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ലോഹ്യം ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവിടെ അങ്ങനെ ഒരു വാഹനം കൈ കാണിച്ച് നിർത്തിയിട്ടുണ്ട്. ആ വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ അയാളുടെ കൈകൾ തലയുടെ പുറകിൽ ഇതുപോലെ കെട്ടിവെക്കണം. തലയുടെ പുറകിൽ കെട്ടിവെച്ചിട്ട് തല കുനിച്ചിരിക്കണം. പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരും അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് നിയമം. പോലീസുകാർ ആ വാഹനത്തെ പല ഭാഗത്തു നിന്ന് സമീപിക്കുന്നത് തോക്ക് ചൂണ്ടിക്കൊണ്ടായിരിക്കും. ഡ്രൈവർ ആ കൈ തലയിൽ നടത്തിയിട്ടുണ്ട്, അപ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് ബുള്ളറ്റ് കയറും. ഇതാ നാട്ടിലെ നിയമമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കിത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? സാധാരണ പോലീസുകാരെ മെഷീൻ ഗണ്ണുമായിട്ട് ഒരു ഡ്രൈവിംഗ് എറർ വരുത്തി ഡ്രൈവറുടെ അടുത്തേക്ക് ചൂണ്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്കിത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ നാട്ടിലെ നിയമം അതാണ്. അവരുടെ നാട്ടിൽ ഡ്രൈവിംഗ് തെറ്റിച്ചു കഴിഞ്ഞാൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് മാത്രമാണ് പോലീസുകാർ വാഹനത്തിന് നേരെ വരിക. അല്ലാണ്ട് ചിരിച്ചുകൊണ്ട് വന്നിട്ട് ലൈസൻസ് ഇടടോ അല്ലെങ്കിൽ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാനല്ല അവർ വരുന്നത്. അവരങ്ങനെ വന്നിട്ട് ആ ഡ്രൈവറെ ഇതുപോലെ തന്നെ വാഹനത്തിൽ നിന്ന് തോക്ക് ചൂണ്ടി തന്നെ പുറത്തിറക്കി അയാളുടെ ശരീരം പരിശോധിച്ച് അയാളുടെ ശരീരത്തിൽ ആയുധങ്ങളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അവർ വർത്തമാനം പറയാൻ തുടങ്ങുള്ളൂ. അതിനു മുമ്പ് അവർ സംസാരിക്കില്ല. അപ്പോൾ അതുപോലത്തെ നിയമങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇത് അറിയാനിട്ടല്ല ഈ പത്രങ്ങൾ ഈ രീതിയിൽ എഴുതുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ആദ്യം അമേരിക്ക എന്തിനാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് പറയാം. അപ്പോൾ അവരെ സംബന്ധിച്ച് വിലങ്ങ് വെച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് എന്നവർ പറയുകയാണ്. ലോകത്തോട് അവർ വിളിച്ചു പറയുകയാണ് അനധികൃത കുടിയേറ്റം എന്നത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് ക്രിമിനൽസിനെ ഡീൽ ചെയ്യുന്നത് പോലെ വിലങ്ങ് വെച്ചുകൊണ്ട് ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നത്. എന്തിന് മിലിറ്ററി വിമാനം ഉപയോഗിച്ചു? മിലിറ്ററി വിമാനം ഉപയോഗിച്ചത് ഈ പ്രവൃത്തി രാജ്യദ്രോഹമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. സാധാരണ യാത്രാ വിമാനങ്ങൾ തിരിച്ചയക്കുമ്പോൾ ആ കുറ്റത്തിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. ഇത് മിലിറ്ററി വിമാനത്തിൽ അയക്കുക എന്നത് വളരെ ചെലവേറിയ പരിപാടിയാണ്. ഒരു സാധാരണ വിമാനത്തിൽ അയക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി, ഏകദേശം 4 ഇരട്ടിയോളം ചിലവാണ് പെർ പാസഞ്ചർ വരുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇത് വലിയ വിമാനങ്ങളാണ്, അങ്ങേയറ്റം ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന വിമാനങ്ങളാണ്. അത് വേറെ മിലിറ്ററി പർപ്പസിന് ഉണ്ടാക്കിയിട്ടുള്ള വിമാനങ്ങളാണ്. ഭയങ്കര പവറുള്ള വിമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് വല്ലാതെ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും. അപ്പോൾ അങ്ങനെ വല്ലാതെ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന ഈ വിമാനം അമേരിക്ക എന്ന രാജ്യം വലിയ നഷ്ടം സഹിച്ച് ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇതിനകത്ത് വരുന്ന ആളുകൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാനാണ്. അതായത് അനധികൃത കുടിയേറ്റവുമായി ഇനി അമേരിക്കയിലേക്ക് ചെല്ലരുത് എന്ന് ലോകത്തിന് മുഴുവൻ അവർ കൊടുക്കുന്ന മെസ്സേജാണിത്. ഈ വരുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് കുറ്റവാളികളാണ്, രാജ്യദ്രോഹ കുറ്റവാളികളാണ് എന്ന് നമ്മളുടെ മുൻപിൽ ഇന്ത്യക്കാരുടെ മുമ്പിൽ പ്രഖ്യാപിക്കണം. അതുകൊണ്ട് ഈ പുറത്തെ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള മെസ്സേജാണ് അവർ ഇതുകൊണ്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ രാജ്യത്തിൻ്റെ കാര്യമാണ്, നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം നമ്മളുടെ പത്രങ്ങൾ ഇങ്ങനെ ഇത്തരം ഹെഡിങ്ങുകൾ എന്തുകൊണ്ട് ഇത് നിരത്തുന്നു എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കാരണം നമ്മളുടെ നാട്ടിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഈ അനധികൃത കുടിയേറ്റക്കാർ എവിടെ നിന്നാണ് വരുന്നത്? അവർ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരാണ്, അല്ലെങ്കിൽ ബർമയിൽ നിന്ന് വരുന്ന റോഹിംഗ്യ മുസ്ലിംസാണ്.
ഇവരൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പം ഈ ചാനലുകളും ഈ പത്രങ്ങളും പറയാതെ പറയാൻ ശ്രമിക്കുന്നത് അനധികൃത കുടിയേറ്റം കുറ്റമല്ല എന്നാണ്. അനധികൃത കുടിയേറ്റം കുറ്റമല്ല. ഇപ്പം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ വിലങ്ങു വെച്ചു എന്നതിനേക്കാളേറെ, അവരെ മിലിറ്ററി വിമാനത്തിൽ കൊണ്ടുവന്നു എന്നതിനേക്കാളേറെ അവരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇവരെ നൊമ്പരപ്പെടുത്തുന്നത്. ഇത് നൊമ്പരപ്പെടുത്തുന്നത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റാത്തത് കൊണ്ട് വിലങ്ങു വെച്ചു, അല്ലെങ്കിൽ മിലിറ്ററി വിമാനത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിലവിളിക്കുകയാണ്. വാസ്തവത്തിൽ ഇവർ പറയാതെ പറയാൻ ഉദ്ദേശിക്കുന്ന അനധികൃത കുടിയേറ്റം കുറ്റമല്ല. ഇന്ത്യയിൽ അനധികൃതമായി കുറേ ആളുകൾ, നമ്മുടെ ആളുകൾ കുടിയേറിയിട്ടുണ്ട്, അത് കുറ്റമായിട്ട് കാണരുത്, അവരിവിടെ അങ്ങോട്ട് വസിച്ചോട്ടെ എന്നുള്ളതാണ് ഇവർ പറയാതെ പറയുന്നത്. അതിന് അറിഞ്ഞോ അറിയാതെയോ ഇവിടെയുള്ള മാധ്യമങ്ങൾ കൂട്ടുപിടിക്കുകയാണ്. ഈ വിലങ്ങു വെച്ച ക്രൂരത, എന്നിട്ടും ചങ്ങലപ്പൂട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന സമയത്ത് ഈ കൂട്ടർക്ക് ഓശാന പാടുകയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കാറ്റഗറി നുഴഞ്ഞു കയറാത്ത സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് സത്യം. സർവ്വ സ്ഥലത്തും നുഴഞ്ഞു കയറി ആ സ്ഥാപനങ്ങളിലൂടെയൊക്കെ അവരുടെ ഈ ഒരു മെസ്സേജ് ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ എത്തിച്ചു കൊടുക്കുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വലിയ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ വരുന്ന പത്രങ്ങളിൽ ഈ ഹെഡിങ് ആണ് മനസ്സിലാക്കണം. ഇവരുദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒരു തരത്തിലും കുറ്റക്കാരായി കാണരുത്, ക്രിമിനൽസായി കാണരുതെന്നാണ്. വാസ്തവത്തിൽ ഇവരെയും ഇതുപോലെ തന്നെ ചങ്ങലയിട്ട് തിരിച്ചയക്കേണ്ടതാണ്. അനധികൃത കുടിയേറ്റക്കാരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയാണ്, അല്ലാണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ജോലി ചെയ്യാൻ വരുന്ന ആളുകളെല്ലാം ഉദ്ദേശിച്ചത് ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും ക്രിമിനൽ ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം നമ്മളുടെ ആസാമിൻ്റെയും ബംഗാളിൻ്റെയും ഒക്കെ ബോർഡറുകളിലൂടെ ചാടിക്കടന്ന് ഇന്ത്യയിൽ പ്രവേശിച്ച് കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ ജോലിക്കാരെന്ന് വ്യാജേന നിൽക്കുകയും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും നമ്മളുടെ തന്നെ സ്വൈര ജീവിതത്തിന് വിഘാതമുണ്ടാക്കുകയും ചെയ്യുന്ന ക്രിമിനലായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ബോധപൂർവം നടത്തുന്ന ശ്രമമാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിനകത്ത് വന്ന ഒരു മന്ദീപ് സിംഗ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ പറഞ്ഞ ഒരു റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: The US is simply following its laws. The officials are just doing their job as they have to abide by their rules. I did not feel good when they have cuffed me and chained my legs. They explained that it is for everyone's safety. അദ്ദേഹം പറഞ്ഞത് അവരുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ് നടപ്പാക്കുന്നത്, വിമാന ജീവനക്കാർ റൂൾസ് ഒബേ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഞങ്ങളെ കൈവിലങ്ങ് വെക്കുക വഴി വിമാന ജീവനക്കാർ അവരുടെ രാജ്യത്തിന് നിയമങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിലും കാലിലും വിലങ്ങ് കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സേഫ്റ്റിയെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. കൂടാതെ we were not in a good state mentally after being deported. Almost all of us are deeply depressed. In such a condition, anything can happen. ഞാൻ ഒന്നും കൂടി സെൻറ്റൻസ് വായിക്കാം. Almost all of us are deeply depressed. In such a condition, anything can happen. We are in a do or die mode. That kind of depression could pose danger not only to ourselves but to everyone on the plane. So, to avoid any potential chaos or harm, the officials have no choice but to chain us. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവർ 40-45 ലക്ഷം രൂപ മുടക്കി, ചിലർ 1 കോടി രൂപ വരെ മുടക്കി, വീട്ടിലുള്ളത് മുഴുവൻ വിറ്റുപിറകി അമേരിക്കയിലെത്തിയവരാണ്. അവിടെ എത്തിയതിനു ശേഷം അവരെ പോലീസ് പിടിച്ച് നാട്ടിലേക്ക് കൊണ്ട് തിരിച്ചറിയുമ്പം അവർ അങ്ങേ അറ്റം ഡിപ്രഷനിലാണ്. ഡിപ്രഷൻ എന്നുള്ളത് ഒരു രോഗമാണ്, മാനസികമാണ്. ആ ഒരു അവസ്ഥയിൽ ഒരാൾ ഏത് തരത്തിൽ പെരുമാറും? അയാൾ പറഞ്ഞത് ഡു ഓർ ഡൈ, ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊരവസ്ഥയിൽ, ഇനി മരണമല്ലാതെ ഒന്നും മുമ്പിലില്ല എന്നൊരവസ്ഥയിൽ ഒരാൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരു പക്ഷേ കൂടെയുള്ളവനെ ആക്രമിക്കും, ഇല്ലേ സ്വയം ആക്രമിച്ച് മരിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഇത്തരം ഒരു പൂട്ട് വാസ്തവത്തിൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു സേഫ്റ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മൻദീപ് സിംഗ് എന്ന് പറയുന്ന ഈ കാര്യം പറഞ്ഞ ആൾ, അദ്ദേഹം ജനുവരി 27 മാത്രമാണ് അമേരിക്കയിൽ എത്തിയിട്ടുള്ളത്. 15 ഫെബ്രുവരി അദ്ദേഹത്തെ ഡിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നു. വാസ്തവത്തിൽ അദ്ദേഹം 6 മാസം മുൻപ് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ആളാണ്. 45 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പേരിൽ ഇയാളുടെ കയ്യിൽ നിന്ന് പോയത്. 5.5 മാസത്തോളം ഡോങ്കി റൂട്ട് എന്ന് പറയുന്ന, വാസ്തവത്തിൽ ഡോങ്കി റൂട്ട് എന്നുള്ളതല്ല, ഡങ്കി എന്ന് പറഞ്ഞാൽ സ്മോൾ, ഇടുങ്ങിയ പാത എന്ന അർത്ഥത്തിലുള്ള ഒരു പഞ്ചാബി വാക്കാണ്. അപ്പോൾ അത് പിന്നീട് പറഞ്ഞ് ഡോങ്കി റൂട്ട് എന്നായി, കഴുതയുടെ വഴി എന്നാക്കി. ഡോങ്കി റൂട്ട് എന്ന് പറയുന്ന ഒരു പാതയിലൂടെയാണ് അദ്ദേഹം പോയത്. ഇദ്ദേഹത്തെ മെക്സിക്കൻ ബോർഡർ ക്രോസ് ചെയ്ത് അമേരിക്കയിൽ കടന്ന സമയത്ത് പോലീസ് പിടിച്ചു, ഡിറ്റൻഷൻ സെൻറ്ററിലാക്കി, അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ വന്ന ഒരു സ്ത്രീയോട് പത്രക്കാരെ സമീപിച്ചപ്പം അവർ പറഞ്ഞത്,
ഡു നോട്ട് റബ് സാൾട്ട് ഇൻ ടു അവർ വൂൺസ് എന്നാണ്. ഞങ്ങളുടെ മുറിവുകളിൽ നിങ്ങൾ ദയവായിട്ട് ഉപ്പ് തേക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പത്രത്തിന് പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ കരുവാക്കരുത്. ഞങ്ങൾ അങ്ങേയറ്റം മുറിപ്പെട്ട് വരുന്ന മനുഷ്യരാണ്. ഞങ്ങളുടെ കഥ കൊണ്ട് നിങ്ങൾ ഈ പിശാച് കണ്ണുനീര് കുടിക്കാൻ വരുന്നത് പോലെ ഇങ്ങനെ ഒരുവൻ്റെ നിലവിളിയെ നിങ്ങൾ പരസ്യമാക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഇവിടെ ഇതിൽ പോകുന്ന ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് പോകുന്നവരുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് പോകുന്നവരുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ധാരാളം പേര് പോകുന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞതുപോലെ മനുഷ്യക്കടത്തുകാർക്ക് 45 ലക്ഷം രൂപയും കൊടുത്തിട്ടാണ് ഇവർ ഈ കടക്കാൻ ശ്രമിക്കുന്നത്. അത്രത്തോളം രൂപ ഉണ്ടാക്കാൻ കഴിയുന്നവർക്കാണ് ഈ പോകാൻ സാധിക്കുക. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ പോകുന്നവരിൽ ധാരാളം ഇന്ത്യയിൽ നിന്ന് പോകുന്നവരിൽ, പഞ്ചാബിൽ നിന്ന് പോകുന്നവർ ശ്രദ്ധിക്കും, നല്ലൊരു ശതമാനം ആളുകൾ ഖലിസ്ഥാൻവാദികളാണ്. LTTക്കാരുണ്ട് ഈ പോകുന്നവരുടെ കൂട്ടത്തിൽ. ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ശേഷം ഒളിച്ചു കടന്നു പോകുന്ന ആളുകളുണ്ട്. പോക്സോ കേസുകൾ പോലത്തെ കാര്യങ്ങളിൽ പെട്ട ശേഷം ഒളിച്ചു കടന്നു പോകുന്ന ആളുകളുണ്ട്. ഡ്രഗ് പടലേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് വളരെ നോർമലായിട്ടുള്ള ഒരു തൊഴിലന്വേഷിച്ച് ഒരു ജീവിതം ഉണ്ടാക്കാൻ പോകുന്ന ആളുകളുള്ളത്. അമേരിക്ക എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇതിനകത്ത് ആരാ നോർമലായിട്ടുള്ള ആളുകളെന്ന്? പിടിക്കുന്നവരെ അത്രയും വേഗം അവർ ക്രിമിനൽസായിട്ട് എല്ലാവരും ക്രിമിനൽസായിട്ടേ കൗണ്ട് ചെയ്യുള്ളൂ. കാരണം അവരുടെ കൂട്ടത്തിൽ ക്രിമിനൽസ് ഉണ്ട്. ഇത് ക്രിമിനൽസ് പോകുന്ന ട്രാക്കാണ്. ക്രിമിനൽസ് പോകുന്ന ട്രാക്കിലൂടെ എത്തുന്ന എല്ലാവരെയും അവർ ക്രിമിനൽസായിട്ട് പരിഗണിക്കുക. അപ്പോൾ ആ ക്രിമിനൽസിനോട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർ തിരിച്ചു ചെയ്യുന്നത്. ഈ വഴി നിങ്ങൾ നോക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ വന്ന ആളുകളെ സംബന്ധിച്ച് അവർ 50 ലക്ഷം 45 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നഷ്ടപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഒരു ചങ്ങലയൊന്നൊരു വിഷയമേ അല്ല. അവർ അതിനെ കഴിഞ്ഞൊക്കെ എത്രയോ വലിയ പീഡനങ്ങളിലൂടെ 6 മാസം മുതൽ 2 വർഷം വരെ നീണ്ട പീഡനങ്ങൾ നിറഞ്ഞ ഒരു യാത്രയിലൂടെ അവിടെ എത്തിപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു യാത്രയൊന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവർ പോയ ഈ ഡോങ്കി റൂട്ട് എന്ന് പറയുന്ന ഈ യാത്രാ പഥത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ നാളെ തന്നെ നിങ്ങൾക്ക് നൽകുന്നത്.